നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ NDA സീറ്റ് നോട്ടമിട്ടിരുന്ന PC ജോർജിന്റെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിച്ചായിരുന്നു അനിൽ ആന്റണിയെ BJP നേതൃത്വം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിന്റെ നീരസം PC തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന PC ജോർജിനേക്കാൾ മകൻ ഷോൺ ജോർജിനെ ചേർത്ത് നിർത്തുകയാണ് നല്ലതെന്നാണ് BJP നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനാൽ PC ജോർജിനെ പൂർണ്ണമായും കൈവിട്ടും മകൻ ഷോൺ ജോർജിനെ കൂടെ കൂട്ടുകയുമാണ് BJP നേതൃത്വം. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോട്ടയത്തെത്തിയ ജോർജ് കുര്യന് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ നിന്നാണ് PC ജോർജിനെ ഒഴിവാക്കിയത് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നത്. ചടങ്ങിലേക്ക് ജോർജിന് ക്ഷണം പോലും കിട്ടിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ PC ജോർജിന്റെ അഭാവം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം ഈ ചടങ്ങിൽ മകൻ ഷോൺ ജോർജ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് ഈ വിഷയം ചർച്ചയായി മാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം ഷോണിനോട് നേതൃത്വത്തിന് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. ക്രൈസ്തവ സമുദായ വോട്ടുകൾ BJPക്കൊപ്പം ചേർക്കാൻ കെൽപ്പുള്ള നേതാവായി PC ജോർജിനെ കണ്ടിരുന്നെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം BJP കേന്ദ്ര നേതൃത്വത്തിന്റെയും അസംതൃപ്തിക്ക് കാരണമായിരുന്നു. മാത്രവുമല്ല, മലയാളം സംസാരിക്കാൻ അറിയാത്തതും ജനബന്ധം ഇല്ലാത്തതുമാണ് അനിലിന് പത്തനംതിട്ടയിൽ തിരിച്ചടിയായതെന്ന് PC ജോർജ് പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായ BJP തരംഗത്തെ പത്തനംതിട്ടയിൽ ഉപയോഗിക്കാൻ അനിലിന് കഴിഞ്ഞില്ലെന്നും അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയില്ലെന്നും PC തുറന്നടിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ ആദ്യകാല ക്രൈസ്തവ മുഖമായ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടാൻ BJP തീരുമാനിച്ചതും. ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിന് പിന്നാലെ മോദി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കും ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവരെ അഭിനന്ദിച്ചും ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം പുതിയ തുടക്കത്തിന്റെ ശുഭ സൂചനയായാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ക്രൈസ്തവ സമുദായം ചേർന്ന് നിന്നാൽ സംസ്ഥാനത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും വൻ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഒരു ഘടകം ക്രൈസ്തവർ ഒപ്പം ചേർന്നതുകൊണ്ട് കൂടിയാണെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.